ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നല്ലൊരു നോമ്പുതുറയുടെ വിശേഷങ്ങളായിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത്. ഒരുപാട് ഫ്രണ്ട്സും ഫാമിലി നമ്മളെല്ലാവരും കൂടിയിട്ട് നല്ലൊരു നോമ്പുതുറ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ മന്ദലാകുന്ന് ബീച്ചിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈവനിങ് ഒരു 5 മണിയോട് കൂടി തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് അവിടെ എത്തിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനുള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എത്തിപാടെ തന്നെ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളെ കാർ ചെറുതായിട്ടൊന്ന് കുഴിയിൽ ചാടിയിട്ടാ. പിന്നെ എല്ലാവരും കൂടി അത് തള്ളുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഓരോ പരിപാടിയിലേക്ക് ഇറങ്ങുകയാണ്. കാരണം ഇവിടെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മളിതാ മണലിലാണ് സെറ്റ് ചെയ്യാൻ നോക്കിയത്. പക്ഷെ ഭയങ്കര കാറ്റായതുകൊണ്ട് ടാർപ്പായ നിലത്തിരിക്കുകയേ ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ തിരിച്ച് വീണ്ടും ഈ ഒരു ചെറിയൊരു ഹാള് പോലെ ഉണ്ട് ഇവിടെ. അവിടേക്ക് തന്നെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ട് ടാർപ്പായ നേരെ വിരിച്ചിട്ട് പിന്നെ ഇതൊക്കെ അറേഞ്ച് ചെയ്യുന്ന തിരക്കിലായിരുന്നു കേട്ടോ നമ്മുടെ ഉപ്പമാരും ഉമ്മമാരൊക്കെ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞങ്ങൾ കുട്ടികളൊക്കെ കൂടി ജസ്റ്റ് ഒന്ന് ബീച്ചിൽ പോയി കാലൊക്കെ നനച്ചൊന്ന് തിരിച്ചു വന്നേ. ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി തിരിച്ചു വരുമ്പോഴത്തേനും ഫ്രൂട്ട്സ് കട്ടിംഗ് ഒക്കെ ഇവിടെ ഇവർ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണമല്ലോ. അപ്പോൾ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഉമ്മമാരൊക്കെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി കഥയൊക്കെ പറയുന്ന തിരക്കിലായിരുന്നു അവർ കേട്ടോ. അങ്ങനെ ഉമ്മമാർക്കൊക്കെ ഓരോ ഫോട്ടോസ് കൊടുത്ത് നമ്മളിതാ ഇവിടെ അറേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ട് ആദ്യം നമ്മൾ റീൽസിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല രീതിയിൽ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അതിന് ശേഷം പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും എല്ലാവരും ഇതുപോലെ റൗണ്ടായിട്ട് ഇരുന്നിട്ട് അത്യാവശ്യം പേരുള്ളതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. ഇങ്ങനെ റൗണ്ടായിട്ട് ഇരുന്നിട്ട് ഫ്രൂട്ട്സും വെള്ളമൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന തിരക്കിലായിരുന്നു. പിന്നെ ഒരുപാട് പൊരിക്കടികളൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഉള്ളിവട മാത്രമായിരുന്നു. കാരണം നമുക്ക് രാത്രി നന്നായി ഫുഡ് കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ അലീസ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏറെക്കുറെ ബാങ്ക് കൊടുക്കാനുള്ള നേരമായപ്പോൾ എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ നോമ്പ് തുറക്കാനുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ. പിന്നെ ബാങ്ക് കൊടുത്തപ്പോൾ നമ്മൾ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ നിസ്കരിച്ചതും. എല്ലാവരും കൂടിയിട്ട് ഈ ഒരു സെൻറ്ററിൽ തന്നെ നിസ്കാരപ്പായൊക്കെ വിരിച്ചിട്ട് നമ്മൾ നിസ്കാരം അവിടെ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം എല്ലാവരും കൂടിയിട്ട് ജസ്റ്റ് ബീച്ചിലേക്ക് ഇറങ്ങിയിട്ട് നല്ല രസമുണ്ടല്ലേ കാണാൻ. നല്ല സൺസെറ്റിൻ്റെ ആ ഒരു ടൈം ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബീച്ചിൽ വരാൻ ഭയങ്കര രസമാണല്ലോ. അപ്പോൾ സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇവിടെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ നടന്ന് കണ്ട് കുറച്ച് നേരം ബീച്ചിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾക്ക് ഓരോ ഉപ്പിലിട്ടത് കഴിച്ചാലോ എന്നൊരു പൂതി. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഉപ്പിലിട്ടതും കഴിക്കാൻ പോയിട്ടാ. തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഓരോ മാങ്ങ വെച്ചിട്ട് കഴിക്കുകയും ചെയ്തേ. ഞങ്ങളിവിടെ മാങ്ങ കഴിക്കുന്ന ടൈമിൽ അവിടെ ഫുഡ് വിളമ്പിൽ തുടങ്ങിയിട്ടുണ്ട്. നല്ല ബീഫ് ബിരിയാണിയാണ് കേട്ടോ. അധികം മസാല ഇല്ലാത്ത നല്ലൊരു ബീഫ് ബിരിയാണി ആയിരുന്നു. അപ്പോൾ നമ്മളിതാ ബിരിയാണി കഴിക്കുന്ന തിരക്കിലായി. പിന്നെ ഇവിടെ ഉപ്പമാരും ഉമ്മമാരൊക്കെ ഇവിടെ തന്നെ ഈ ഒരു ഹാളിൽ തന്നെ ഇങ്ങനെ റൗണ്ട് കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് അവിടെ ചെറിയ രീതിയിൽ സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ പോയിരുന്നിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചത്. നല്ല ബിരിയാണി ആയിരുന്നു. ഫുഡ് കഴിക്കലൊക്കെ കഴിയുമ്പോഴത്തേനും ഇവിടെ ടാർപ്പായൊക്കെ മടക്കി ഫുൾ വേസ്റ്റൊക്കെ നമ്മൾ കവറിലാക്കിയിട്ട് എല്ലാവരും എല്ലാം അറേഞ്ച് ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ തിരിച്ചു പോകാനുള്ള. അപ്പോൾ തറാവിയുടെ ടൈം ആകുമ്പോഴത്തേനും എല്ലാവർക്കും പിരിയാന്നുള്ള രീതിയിൽ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കൂടി അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ തിരിച്ചിട്ടോ. അപ്പോൾ ഇവിടെ വീഡിയോ ഒക്കെ കാണുന്ന ഓരോ തിരക്കിലാണ് എല്ലാവരും. അങ്ങനെ ഒരു 8:30 ആകുമ്പോഴത്തേനും നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നു. നല്ല രസമുള്ളൊരു ഇഫ്താർ മീറ്റ് തന്നെയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.